ഇന്നത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ 48-32 സിഗ്നൽ കിട്ടുന്നില്ല എന്നായിരുന്നു. അതായത് ഒരേ ഒരു ചാനൽ മാത്രം കിട്ടുന്നുള്ളൂ, ബാക്കി ഒറ്റ ചാനൽ കിട്ടുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. അതായത് ചില സമയത്ത് വന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോക്സിൽ നിന്ന് കേബിൾ നോക്കുമ്പോൾ ഡിഷിൽ നിന്ന് താഴെ സിഗ്നൽ വരാത്ത പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിൽ കയറി ഡിഷിലേക്ക് നോക്കുമ്പം ഡിഷിൻ്റെ അവസ്ഥ നോക്കാം. സിഗ്നൽ എന്താ കിട്ടാത്തതെന്ന് ഇവിടെ കവറിട്ട് കെട്ടിയിരിക്കുകയാണ്. അതായത് LMB ആണ് ഇവിടെ കാണുന്നത്. LMB കവറിട്ട് കെട്ടിന് അതിൻ്റെ വെള്ളം നിൽക്കുന്നത് കാണാം. ഇവിടെ വെള്ളം നിൽക്കുന്നത് മൂലമാണ് സിഗ്നൽ കിട്ടാത്തത്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ചെറിയ രീതിയിൽ സിഗ്നൽ കിട്ടുന്നുള്ളൂ. അപ്പം പ്ലാസ്റ്റിക് കവർ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ ഈർപ്പം, അതുപോലെ വെള്ളത്തിനെ മഴ പെയ്തിട്ട് ഈർപ്പം കെട്ടി നിൽക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഡിഷിൽ സിഗ്നൽ കിട്ടാത്ത പ്രശ്നം വരുന്നത്. ആദ്യം ഇവിടെ കുപ്പിയായിരുന്നു വെച്ചിട്ടുള്ളത്. കുപ്പിയുടെ കാണുന്നുണ്ട്. കുപ്പി ഇതിന് മുകളിൽ കവത്തിച്ചു. അപ്പോൾ കുപ്പി കവത്തിയാൽ ഇത്ര ഒരു ഈർപ്പം കിട്ടില്ല, കെട്ടിക്കിടക്കുന്നില്ല. ഇതിപ്പോൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ചിലപ്പോൾ ബോട്ടിൽ വെച്ചത് കൊണ്ട് സിഗ്നൽ കുറവായത് കാരണമായിരിക്കാം കവർ വെക്കാൻ കാരണം. അപ്പോൾ ഇത് അയക്കുന്നത് മുന്നായിട്ട് നമുക്ക് മീറ്ററിൽ ഇതൊന്ന് വെച്ചിട്ട് സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് കുപ്പി തന്നെ കമത്തി വെക്കാം. അപ്പോൾ മീറ്റർ ഇവിടെ ഓൺ ചെയ്യുകയാണ്. മീറ്റർ ഓൺ ചെയ്തു. അതിന് ഇവിടെ മീറ്റർ ഓൺ ആയിട്ടുണ്ട്. ഇനി അവരുടെ ബോക്സിലേക്ക് പോകുന്ന കേബിൾ, അതായത് കേബിളിൻ്റെ കണക്ടറാണ് ഈ കാണുന്നത്. അപ്പം ഇത് അയച്ചെടുത്തതിന് ശേഷം മീറ്ററിൽ കണക്ട് ചെയ്യാനുള്ള കേബിൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ കണക്ടർ അയക്കുകയാണ്. ഇവിടെ സ്പാൻഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് കൈകൊണ്ട് തന്നെ അത് വരുന്നുണ്ട്. ഇപ്പം കയ്യിലുള്ള എൻ്റെ ഡിഷിൽ മീറ്ററിൽ കണക്ട് ചെയ്യുന്ന കേബിളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ കേബിളുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലത്തെ കവർ എടുത്തിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തുറന്ന് കൊടുത്തിട്ട് ആ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. ഇപ്പം ഈ കേബിളിൻ്റെ ഒരു തല എടുത്ത് നേരെ മീറ്ററിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പം സോളിഡ് SF 220 മീറ്ററാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിൽ LMB വർക്കിംഗ് ആണെങ്കിൽ അവിടെ എസിൻ്റെ അവിടെ റെഡ് ചുവപ്പ് വര കാണിക്കുന്നതാണ്. അപ്പം ഇവിടെ LMB വർക്കിംഗ് ആണോ അതോ സിഗ്നലിൻ്റെ പ്രശ്നമാണ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ കേബിൾ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്നത് ഡിസ്പ്ലേ കാണാം. കണക്റ്റ് ആയിട്ടില്ല, കണക്ട് ചെയ്ത് കൊടുക്കണം. അതവിടെ LMBയുടെ സിഗ്നൽ വന്നിട്ടുണ്ട്. അതായത് ചുവപ്പ് കളറിലുള്ളതിലാണ് LMB വർക്കിംഗ് ആണോ അല്ലയോ എന്ന് കാണിക്കുന്ന സിഗ്നൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ ഏതോ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട്, ഏത് ചാനൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ 12396 ഇതിലാണ് കിട്ടുന്നത്, 12603 കിട്ടുന്നത്. അതിൽ ഒരു ചാനൽ മാത്രം സിഗ്നൽ വരുന്നുണ്ട്, ആ പ്ലാസ്റ്റിക് കവർ ഉള്ളത് കൊണ്ട്. ബാക്കിയെല്ലാം തന്നെ ആ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട്, അതായത് അതിൻ്റെ ഈർപ്പം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് സിഗ്നൽ വരാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പ്ലാസ്റ്റിക് കവർ എടുത്ത് മാറ്റിയിട്ട് അവിടെ കണ്ടൊരു ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ ട്രാൻസ്പോണ്ടറും നോക്കുകയാണ്. ഒന്നിലും സിഗ്നൽ ഇല്ലേ, ഒറ്റ ഒരു ചാനൽ മാത്രമാണ് അതായത് ചെറുതായിട്ട് വരുന്നത്. ഇപ്പം ഇവിടെ പ്ലാസ്റ്റിക് കവർ എടുത്തൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി താഴോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ താഴത്താണ് പൈപ്പ് കാണുന്നത്. അപ്പോൾ അതിന് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ കുപ്പി തന്നെ ഒന്ന് കമത്തി വെച്ച് കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ ഇനിയും വെക്കുകയാണ്. പ്ലാസ്റ്റിക് കവർ വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മഴ വരുമ്പോൾ ഇടയ്ക്ക് മാറ്റി കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കപ്പാകുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ അവിടെ ബോട്ടിൽ കേക്കിയിട്ട് അതിൻ്റെ മുകളിൽ കമത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലാസ്റ്റിക് കവർ എടുത്തു. അതിനുശേഷം LMB ഇത് അങ്ങനെ തന്നെയായിരുന്നു ഉള്ളത്. അപ്പം നമുക്ക് മീറ്ററിലോട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചപ്പോൾ മീറ്ററിൽ നോക്കുമ്പോൾ അവിടെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. അത് 48% വരെ കാണിക്കുന്നത്. ചെറിയ രീതിയിൽ കുറവുണ്ട്. അതായത് LMB നേരെ അല്ല നിൽക്കുന്നത്. അപ്പം ചെറിയ രീതിയിൽ LMBയുടെ കപ്പ്, അതായത് ബോട്ടിൽ അവിടെ വെച്ച് നല്ല രീതിയിൽ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ ചെറിയ രീതിയിൽ LMB ഇളക്കുമ്പോൾ റെഡി ആകുന്നുണ്ട്. അതായത് LMB ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ സിഗ്നൽ മൊത്തമായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ എല്ലാ ട്രാൻസ്പോണ്ടർ നോക്കുമ്പോഴും, അതായത് സൺഡയറക്റ്റിൻ്റെ എല്ലാ TP നോക്കുമ്പോഴും അതിൽ ചിലതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, 65 കിട്ടുന്നുണ്ട്. ചിലതിൽ 48 അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം
ഇവിടെ സിഗ്നൽ ഏകദേശം ലെവലാക്കണം. ഒന്ന് ചെറുതായിട്ട് LMB മാത്രം ഒന്ന് റെഡി ആക്കിയാൽ മതി. ഡിഷും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം റെഡിയാണ്. ഇപ്പോൾ എല്ലാം LMB കൊണ്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. അതായത് ബോട്ടിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കിയത്. LMB ചെറിയ രീതിയിൽ പോയിൻ്റ് ഒന്ന് നീക്കിയപ്പോൾ ഇവിടെ സിഗ്നൽ എല്ലാം ഒരേപോലെ ഇപ്പം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ട്രാൻസ്പോണ്ടറിൻ്റെ സിഗ്നലും, അതായത് എല്ലാ ചാനലിൻ്റെ സിഗ്നലും ഒരേ രീതിയിൽ വരുന്നു. അതുപോലെ തന്നെ ഇവിടെ കൈ വെക്കുമ്പോൾ LMB മറയ്ക്കുമ്പോൾ അത് സിഗ്നൽ കാണിക്കുന്നുണ്ടല്ലോ എന്ന് നോക്കാം. ഇവിടെ കൈ വെക്കുമ്പോൾ കാണാം LMB മീറ്ററിൽ സിഗ്നൽ പോകുന്നത്. അപ്പോൾ എവിടെയൊക്കെ വെക്കുമ്പോഴാണ്, എവിടെയൊക്കെ മറവ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് സിഗ്നൽ കിട്ടാത്തത് എന്ന് കാണിക്കാം. ഇപ്പോൾ ഡിഷിൻ്റെ മുകളിൽ പല ആളുകളും തിരുമ്പിയൊക്കെ ചിക്കി ഇടാറുണ്ട്, ഉണക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ LMB ഡിഷിന് മുകളിൽ സിഗ്നൽ കിട്ടാറില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ചില ആൾക്ക് വാർപ്പിൻ്റെ മുകളിൽ ഡിഷിന്മേലാണ് തിരുമ്പിയതൊക്കെ ഉണക്കാറുള്ളത്, ഉണക്കിയിടാറ്. അയലില്ലാത്തത് കാരണം അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ അവിടേക്ക് വെക്കുമ്പോൾ അല്ലാതെ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടാലും ഒക്കെ സിഗ്നൽ കട്ടാവുന്നതെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാ സിഗ്നലും നല്ല രീതിയിൽ തന്നെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. എല്ലാം 65% കാണിക്കുന്നുണ്ട്. അതായത് മീറ്ററിൽ 65 കാണിക്കുന്നെങ്കിൽ ബോക്സിൽ 90%, 85% എന്തായാലും ഉണ്ടാവും. അപ്പം അതിന് ശേഷം മീറ്ററിൽ കണക്ട് ചെയ്ത് കേബിൾ അയച്ചെടുക്കുകയാണ്. അതിനുശേഷം അവരുടെ ബോക്സിലേക്ക് പോകുന്ന കേബിൾ അയച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അയച്ചല്ല, കേബിൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ബോക്സിൻ്റെ കേബിളാണ് ഇതിൽ ഊരിയിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് അതേ പൊസിഷനിൽ വെച്ചിട്ട് ഇപ്പോൾ LMB കാര്യങ്ങളും അതുപോലെ തന്നെ ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ LMBയിലെ കണക്ടറിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ അത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ LMBയുടെ കണക്ടറിന് ഉള്ളിൽ വെള്ളം കയറി കേബിളിലൂടെ വെള്ളം താഴോട്ട് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതായിരുന്നു കംപ്ലയിൻറ്റ്. അതായത് LMBയുടെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ കാരണം അതിൻ്റെ ഉള്ളിൽ മഴയുടെ ഈർപ്പം ഉള്ളതിനാൽ തന്നെ സിഗ്നൽ കിട്ടാത്ത പ്രശ്നമായിരുന്നു. അതായത് അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബോട്ടിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ബോട്ടിലാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊന്ന് LMBയുടെ ആ പൊസിഷൻ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്കാണെങ്കിൽ കയറാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്തത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയതായിട്ട് പ്രശ്നമായിരുന്നു. അതായത് LMBയുടെ സിഗ്നൽ മാത്രമായിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നു. LMBയുടെ കവർ മാറ്റിയപ്പോൾ തന്നെ സിഗ്നലിന് കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. പിന്നെ ചെറിയ രീതിയിലൊന്ന് തിരിച്ചു നോക്കിയപ്പോൾ ഫുൾ സിഗ്നലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് LMBയുടെ സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഷും കാര്യങ്ങളും ഒന്നും സിഗ്നൽ അലൈൻമെൻറ്റ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതായിരുന്നു പറയാനുള്ളത്. അപ്പോൾ LMBയൊക്കെ ഡിഷിൻ്റെ മുകളിൽ ഇടയ്ക്ക് കയറി നോക്കാം, ചെക്ക് ചെയ്യാവുന്ന മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഇലകളോ മറ്റോ വീണിട്ട് LMB കവറായിട്ടുണ്ടോ, അതുപോലെ തന്നെ ഡിഷിൻ്റെ മുകളിലേക്ക് ഇലകളോ മറ്റെന്തെങ്കിലും വന്ന് വീണിട്ടുണ്ട്, കാറ്റടിക്കുമ്പോഴൊക്കെ വീഴാറുള്ളത് പോലെ അങ്ങനെ എന്തെങ്കിലും വീണ് കിടന്നിട്ട് കൊണ്ടാണ് സിഗ്നൽ പോകുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രം ടെക്നീഷ്യന്മാരെ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമാണ് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ.